ഇപ്പോൾ ഇവർ തന്നെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ വേണ്ടി വരുമല്ലോ. കാരണം ഈ സിനിമയും ഈ ലഹരി മേഖലയുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഒട്ടേറെ വാർത്തകൾ പുറത്തു വരുന്നൊരു ഘട്ടമാണ്. റാഫി സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളൊക്കെ അന്ന് സിനിമാ മേഖല ഒന്നടങ്കം അതിനെതിരെ രംഗത്തെത്തിയതാണ്. പക്ഷെ അവർ ഉയർത്തിയൊരു വാദം എന്ന് പറയുന്നതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, എല്ലാവരും ഈ നിലയ്ക്കല്ല എന്നതായിരുന്നുവല്ലോ. ഈ രണ്ടുപേർ കൂടി പിടിയിലാകുമ്പോൾ ഇനിയും സിനിമാ സംഘടനകൾ എന്ത് നിലപാടെടുക്കുമെന്നതും പ്രധാനപ്പെട്ടതല്ലേ? അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതീക്ഷിക്കണം? ഒപ്പം ഏത് നിലയ്ക്കായിരിക്കും എക്സൈസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുക? ഉന്മേഷ്, തീർച്ചയായും സിനിമാ സംഘടനകൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇത്തരത്തിലുള്ള ആറാമത്തെ ഒറ്റപ്പെട്ട സംഭവമാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയപ്പോൾ അവിടെ മൊഴി നൽകിയ പേരുകൾ അത് സിനിമാ മേഖലയിലെ വളരെ പ്രമുഖമായ പേരുകളായിരുന്നു. അത് ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി എന്നുള്ളവരുടെ പേരുകൾ വളരെ പ്രമുഖരായ പേരുകളായിരുന്നു. പിന്നീട് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചു എന്ന് പോലീസിന് സൂചന ലഭിക്കുന്നു. അതിനെ തുടർന്ന് പോലീസ് പരിശോധന നടത്തുന്നു. അവിടെ നിന്ന് ജീവനം കൊണ്ട് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൻ്റെ രണ്ടാം നിലയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു പോകുന്നു. പിന്നീട് പോലീസ് നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നു. ഒടുവിൽ മൊഴിയെടുക്കുന്നു, അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം തിരുവനന്തപുരത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ ലഹരി ഉപയോഗത്തിൻ്റെ പേരിൽ പിടികൂടുന്നു. അതിനുശേഷം ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെയും ലഹരി ഉപയോഗം ടെക്നീഷ്യന്മാരെ കേന്ദ്രീകരിച്ചുണ്ടാകുന്നു, അവരെയും പിടികൂടുന്നു. ഏറ്റവും ഒടുവിലാണ് സിനിമാ മേഖലയിലെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ആളുകളിൽ പ്രധാനപ്പെട്ട പേരുകൾ, സംവിധായകന്മാരിൽ പ്രധാനപ്പെട്ട പേരുകൾ, സജീവമായി നിലനിൽക്കുന്ന പേരുകൾ, മുൻനിര താരങ്ങളുടെ സംവിധായകന്മാർ, മുൻനിര താരങ്ങളെ വെച്ച് പടങ്ങൾ എടുത്ത സംവിധായകന്മാർ, അവരെ തന്നെ എക്സൈസ് പിടികൂടിയിരിക്കുന്നു. കഞ്ചാവ് ഉപയോഗത്തിൻ്റെ പേരിൽ, ലഹരി ഉപയോഗത്തിൻ്റെ പേരിൽ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇനി ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് സിനിമാ സംഘടനകൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ 6 or 5 കേസുകൾ ഇതിനോടകം തന്നെ ലഹരി ഉപയോഗത്തിൻ്റെ പേരിൽ സിനിമാ മേഖലയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. അതിൽ പ്രമുഖ പേരുകളും എത്തിക്കഴിഞ്ഞു. ഇനി ഒറ്റപ്പെട്ട സംഭവം എന്ന് എങ്ങനെ പറയാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു ചോദ്യം. ഒപ്പം തന്നെ ഈ സംവിധായകരെ പിടികൂടുമ്പോൾ നേരത്തെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളെടുത്തൊരു നിലപാട് അത് അവർക്ക് നടപ്പാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അമ്മയും ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിലിം ചേംബറും എല്ലാവരും തന്നെ എക്സിബിറ്റേഴ്സും എല്ലാവരും തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ അവരുടെ നിലപാട്, ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പൊതുസമൂഹത്തിന് മുന്നിൽ അവരത് പറഞ്ഞു കഴിഞ്ഞു. അമ്മയും എല്ലാവരും തന്നെ പറയുന്നത് ഈ സിനിമാ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗം കണ്ടെത്തിയാൽ വ്യക്തിയെ സിനിമകളുമായി സഹകരിപ്പിക്കില്ല, സംഘടനകളുമായി സഹകരിപ്പിക്കില്ല എന്നുള്ളതാണ്. ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിന് ശേഷം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒപ്പം തന്നെ ഫിലിം ചേംബറും ഫെഫ്കയും അത് വീണ്ടും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഷൈനെ സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിലടക്കമുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോഴും അവർ പറയുന്നത്. ഇപ്പോൾ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും പിടിയിലാകുമ്പോൾ ആ നടപടികൾ അത് അവർക്ക് അതിവേഗം എടുക്കേണ്ടി വരും. കാരണം ഇവർ ലഹരി ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവരുടെ കയ്യിൽ നിന്നാണ് പിടികൂടിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. തെളിവുകളുടെ അഭാവമില്ല. അതുകൊണ്ട് തന്നെ നടപടി അത് സിനിമാ സംഘടനകൾ ശക്തമായി എടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എടുത്തേ മതിയാകൂ. കാരണം നിലവിൽ ഇവരുടെ കയ്യിൽ നിന്ന് പിടികൂടിയ ലഹരിക്ക് പുറമെ ഇവർ വർഷങ്ങളായി ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളത് എക്സൈസിന് മുന്നിൽ മൊഴി കൊടുത്തിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത്രയധികം സിനിമകൾ സംവിധാനം ചെയ്ത, ഇത്രയും അധികം നടന്മാരുമായി സഹകരിച്ച, സ്വാധീനമുള്ള സിനിമാ മേഖലയിലെ പ്രമുഖരെ വച്ച് സിനിമകൾ ഉരുപ്പെടുത്തിയെടുത്ത ഈ സിനിമാ മേഖലയിലെ പ്രമുഖരുമായി അടുത്ത ബന്ധങ്ങളുള്ള ഈ സിനിമാ മേഖലയിലുള്ള ആളുകളിലേക്ക്, സിനിമയിലേക്ക് കടന്നു വരുന്ന ആളുകളിലേക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന 2 പേരാണ് ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും. ഇവരിൽ നിന്ന് ലഹരി പിടികൂടുമ്പോൾ അത് പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം അത് സിനിമാ മേഖലയിൽ ലഹരി വ്യാപിച്ചു എന്നുള്ളതാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ ഈ സിനിമാ മേഖലയിൽ ഇവർ പറഞ്ഞ വാക്കുകൾ, ഈ പൊതുസമൂഹത്തോട് ഇവർ പറഞ്ഞ വാക്കുകളോട് ഏതെങ്കിലും തരത്തിൽ ഇവർ നീതി പുലർത്തുമെങ്കിൽ ഇനിയെങ്കിലും നടപടിയെടുത്തേ മതിയാകൂ എന്നുള്ള ഒരു സാഹചര്യം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. റാഫി, ഇപ്പോൾ ഈ തസ്ലീമ സുൽത്താന അറസ്റ്റിലായ ഒരു പശ്ചാത്തലമുണ്ട്. അവർ നൽകിയ ഒരു മൊഴിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 7 പേർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നുണ്ട്. അതിൽ 2 പേർ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ കൂടിയാണ്. അപ്പോൾ എങ്ങനെ ഈ ലഹരി വസ്തുക്കൾ സിനിമയിലേക്ക് എത്തുന്നു എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇപ്പോൾ ഈ 2 സംവിധായകരും നാളുകളായി ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അവരിലേക്ക് ലഹരി എത്തുന്നു, അതെങ്ങനെ എത്തുന്നു എന്നുള്ള ചോദ്യവുമുണ്ടല്ലോ. അപ്പോൾ ആ നിലയ്ക്കൊക്കെ ഈ ലഹരിക്ക് പിന്നാലെ ഇനി എക്സൈസിന് പോകേണ്ടി വരുമല്ലോ.
തീർച്ചയായും എക്സൈസ് ഈ ചെറിയ അളവിലുള്ള ലഹരി പിടികൂടുമ്പോഴും എക്സൈസിന് മുന്നിലുള്ള ലക്ഷ്യം അത് വലുതാണ്. എക്സൈസ് ഇവരിൽ നിന്ന് പ്രധാനമായും ചോദിച്ചറിഞ്ഞ വിവരങ്ങൾ ഇവർ എത്ര കാലമായി ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിനിവർ നൽകിയ മറുപടി വളരെയധികം വർഷങ്ങളായി ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ എക്സൈസ് മറ്റൊരു ചോദ്യം ഇവരോട് ചോദിച്ചത് ഈ ലഹരി എവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് എക്സൈസിന് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. കാരണം ഈ സപ്ലൈ ചെയിൻ ലഹരി എവിടെ നിന്ന് ഇവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ആ സപ്ലൈ ചെയിൻ മുറിച്ചാൽ മാത്രമാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം ആ സപ്ലൈ ചെയിൻ മുറിക്കലാണ്. അത് എക്സൈസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവും കൂടിയാണ്. കാരണം സിനിമാ മേഖലയിലേക്ക് ലഹരി എത്തുമ്പോൾ അത് എക്സൈസിനെ സംബന്ധിച്ചിടത്തോളവും പോലീസിനെ സംബന്ധിച്ചിടത്തോളവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സപ്ലൈ ചെയിൻ മുറിക്കുന്ന എന്ന് പറയുമ്പോൾ നേരത്തെ ആലപ്പുഴയിൽ പിടികൂടിയ തസ്ലീമ എന്ന സ്ത്രീ അവർ ഈ സപ്ലൈ ചെയിൻ്റെ ഒരു ഭാഗമായ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് എന്ന് എക്സൈസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തസ്ലീമ അവരുടെ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സ് അതെല്ലാം തന്നെ സിനിമാ മേഖലയിലുള്ള ആളുകളാണ് എന്ന് എക്സൈസിന് മൊഴി നൽകിയിട്ടുണ്ട്. പല പേരുകളും എക്സൈസിന് മുന്നിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളും എക്സൈസിന് ലഭിച്ചിട്ടുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എക്സൈസ് നടത്തുന്നുണ്ട്. അത് സിനിമാ മേഖലയിലെ ഇനിയും നമ്മൾ കേട്ടതിലും അപ്പുറത്തേക്കുള്ള പേരുകളിലേക്ക് എത്തുമെന്നുള്ള സൂചനകളും ലഭ്യമായിട്ടുണ്ട്. കാരണം ശ്രീനാഥ് ബാസിയുടെയും ഷൈൻ ടോം ചാക്കോയുടെയും പേരുകൾ അവിടെയുണ്ട്. ബിഗ് ബോസ് താരം ജിൻഡോയുടെ പേര് അവിടെ ഇവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പേരുകൾ ഈ തസ്ലീമ നൽകിയ പേരുകൾ ചിലത് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇനിയും അധികം ഇടപാടുകൾ ഇനിയും കൂടുതൽ പേരുകൾ ഈ തസ്ലീമയിൽ നിന്ന് എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. അതിനുമായി ബന്ധപ്പെട്ട പരിശോധനകൾ എക്സൈസ് നടത്തിയതിനു ശേഷം തീർച്ചയായും അവരെ തേടി എക്സൈസ് എത്തും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഖാലിദ് റഹ്മാനിൽ നിന്നും അഷ്റഫ് ഹംസയിൽ നിന്നും ലഹരി പിടികൂടുമ്പോൾ ഈ എക്സൈസിന് അവിടെ നിന്നും ഈ സപ്ലൈ ചെയിൻ എന്തായാലും ലഭിച്ചിരിക്കും. ഈ സപ്ലൈ ചെയിനിലേക്ക് എത്തുമ്പോൾ ഇത് പ്രധാനപ്പെട്ട ആളുകൾക്ക് ലഹരി കൈമാറിയ ഒരു സപ്ലൈ ചെയിൻ ആയിരിക്കും. കാരണം ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും പോലുള്ള ആളുകളുമായി ലഹരി ഇടപാടുകൾ നടത്തുന്ന ആളുകൾ അത് സിനിമാ മേഖലയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളായിരിക്കും. സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള ആളുകളുമായിരിക്കും. കാരണം ടെക്നീഷ്യന്മാരായിരിക്കാം, ആ നിലയിൽ നടന്മാരായിരിക്കാം. അങ്ങനെ സിനിമാ മേഖലയുമായി ഏറ്റവും അടുത്തുള്ള ആളുകളായിരിക്കും. അത് ഈ സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സപ്ലൈ ചെയിൻ ആയിട്ടാണ്, സിനിമാ മേഖലയിലേക്ക് ലഹരി എത്തുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയായിട്ടാണ് എക്സൈസ് കണക്ക് കൂട്ടുന്നത്. ആ സപ്ലൈ ചെയിൻ അത് എക്സൈസിന് കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ താരങ്ങൾ, കൂടുതൽ സംവിധായകർ, കൂടുതൽ ക്യാമറാമാൻമാർ, കൂടുതൽ ഛായാഗ്രഹകർ, അങ്ങനെ എല്ലാ നിലയിലും ഏത് സിനിമയുടെ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളും ഈ സപ്ലൈ ചെയിൻ്റെ ഭാഗമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായി ഈ പിടികൂടാൻ കഴിഞ്ഞതും ഇവരിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചതും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി കണക്കാക്കുന്നത്. കാരണം ലഹരിക്കെതിരായ വലിയൊരു പോരാട്ടത്തിലേക്ക് ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം മാറുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട 2 പേരുകൾ എത്തുന്നു. ആ പ്രധാനപ്പെട്ട പേരുകളിൽ നിന്ന് വിവരങ്ങൾ എക്സൈസിന് ലഭിക്കുന്നു. ആ വിവരങ്ങൾ ഇനി എക്സൈസിൻ്റെ തുടർന്നുള്ള അന്വേഷണത്തിൽ ഏറെ നിർണായകമായി മാറുകയും ചെയ്യും. ശരി, കൊച്ചിയിൽ കഞ്ചാവുമായി 2 സിനിമാ സംവിധായകർ ഉൾപ്പെടെ 3 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. തല്ലുമാല സിനിമയുടെ സംവിധായകൻ ഖാലിദ് റഹ്മാൻ, തമാശ സിനിമയുടെ സംവിധായകൻ അഷ്റഫ് ഹംസ ഇവർ ഉൾപ്പെടെയാണ് 3 പേർ പിടിയിലായത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റാഫി കരീം കൊച്ചിയിൽ നിന്ന്.